വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡീറ്റെയിൽസ് സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത്. തസ്തികയുടെ മുഖ്യ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സിലബസാണ്. തസ്തികയുടെ മുഖ്യ പരീക്ഷ മാർക്കുകളും വിശദമായ സിലബസും. പൊതുവിജ്ഞാനം, അതിൽ ഫസ്റ്റ് വരുന്നത് ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 8 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 3 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 4 മാർക്ക്, ഭൗതികശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കല, കായികം, സാഹിത്യം, സംസ്കാരം 4 മാർക്ക്. സെക്കൻഡ് സെക്ഷൻ ആനുകാലിക വിഷയങ്ങളാണ്, അത് 10 മാർക്കിനാണ്. 3 ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും 10 മാർക്ക്. 4ാമത്തെ ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, പ്രാദേശിക ഭാഷകൾ മലയാളം, കന്നഡ, തമിഴ്. പ്രാദേശിക ഭാഷ ഒരു ഭാഷ, അതിൽ മലയാളം, കന്നഡ, തമിഴ് ഇതിലെങ്കിലും ഒരു ഭാഷ 10 മാർക്കിന് ഉണ്ടായിരിക്കുന്നതാണ്. ഇത് എക്സാമിന് ഓപ്റ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. 6ാമത്തെ സ്പെഷ്യൽ ടോപ്പിക്ക് തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ 20 മാർക്കിന് ചോദിക്കുന്നതാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തസ്തികയുടെ മുഖ്യ പരീക്ഷ വിശദമായ സിലബസ് താഴെ കൊടുത്തിട്ടുണ്ട്. പൊതുവിജ്ഞാനത്തിൽ വരുന്നത് 1ാമത്തെ ചരിത്രം 5 മാർക്കിന്, കേരളം യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, കേരളത്തിലെ 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം, 2ാമത്തെ ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, സ്വാതന്ത്ര്യ സമരം, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം, ഇന്ത്യ, ലോകം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഗ്രേറ്റ് റവല്യൂഷൻ, സ്വാതന്ത്ര്യ സമരങ്ങൾ, വിപ്ലവങ്ങൾ, 2ാം ലോക മഹായുദ്ധം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. ഭൂമിശാസ്ത്രം 5 മാർക്കിനുണ്ട്. ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂഖണ്ഡങ്ങളും ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും ഒക്കെ വരുന്നതാണ് ഇതിനകത്ത്.
ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷമർദ്ദവും കാറ്റും, താപനിലയും, ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനവും, വിവിധതരം മലിനീകരണങ്ങൾ. ഇന്ത്യ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങളുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല തുടങ്ങി വ്യോമ ഗതാഗത, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ വരെ. ഭൂപ്രകൃതി, സംസ്ഥാനങ്ങളുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ. സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായം, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. കേരളത്തിന്റെ ഭൂപ്രകൃതിയും ജില്ലകളും സവിശേഷതകളും നദികളും കാലാവസ്ഥയും ഒക്കെ അടുത്ത സെഷനിൽ വരുന്നതാണ്. ഗതാഗത സംവിധാനങ്ങളും ഇതിൽ വരുന്നതാണ്. ധനതത്വശാസ്ത്രം 5 മാർക്കിന്. ഇന്ത്യ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതി, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഇന്ത്യ ഭരണഘടന 8 മാർക്കിനുണ്ട്. ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ മുതൽ ഭരണഘടനാ ഭേദഗതികൾ, പഞ്ചായത്തി രാജ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് 8 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കേരളം ഭരണവും ഭരണ സംവിധാനങ്ങൾ 3 മാർക്ക്. ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം 4 മാർക്ക്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവജാലങ്ങളും ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും 4 മാർക്ക്. കേരള സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം. ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം 4 മാർക്കിന്. മനുഷ്യ ശരീരത്തിൽ പൊതു അറിവ്, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അടുത്ത വരുന്ന ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് 3 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതും, ചലനം, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, 3-ാം ചലന നിയമം, ആക്കം, പ്രൊജക്ടൈൽ മോഷൻ, 3-ാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ, ഐഎസ്ആർഒയുടെ ബഹിരാകാശ നേട്ടങ്ങൾ, പ്രകാശം, ലെൻസ്, ദർപ്പണം,
R=2F എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയുള്ള ഗണിത പ്രശ്നങ്ങൾ, പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ, മഴവില്ല്, വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, റേസ്, UV റേസ്, എക്സ് റേസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ശബ്ദം, വിവിധതരം തരംഗങ്ങൾ, ബലം, വിവിധതരം ബലങ്ങൾ, വൃത്താകർഷണം, അഭ്യന്തരബലം, അപകേന്ദ്രബലം, ഉപഗ്രഹങ്ങൾ, താപം, താപനില, വിവിധതരം തെർമോമീറ്ററുകൾ, പ്രവൃത്തി, ഊർജം, പവർ, ഗണിതം, പ്രശ്നങ്ങൾ, തോലകങ്ങൾ, വിവിധതരം തോലകങ്ങൾ. ഇത്രയാണ് ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് വരുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. രസതന്ത്രം 3 മാർക്കിന് ചോദിക്കുന്നതാണ്. ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരം ഒക്കെ വരുന്നതാണ്. മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങളും ലോഹസങ്കരങ്ങളും, രാസഭൗതിക മാറ്റങ്ങൾ, ലോഹങ്ങൾ, അലോഹങ്ങൾ, pH മൂലം, ആൽക്കലികൾ. കലാസാഹിത്യം, കല, കായികം, സാഹിത്യം, സംസ്കാരം. 4 മാർക്ക്. കല, കേരളത്തിലുള്ള ദൃശ്യ ശ്രാവ്യ കലകൾ, അവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നുണ്ട്. സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ. കായികം, കായികരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവർക്ക് ലഭിച്ച ബഹുമതികൾ, അവാർഡുകൾ, പ്രധാന ട്രോഫികൾ, പ്രധാന കായിക ഇനങ്ങൾ, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, ഒളിമ്പിക്സ്. ഏഷ്യൻ ഗെയിംസ്, അഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്. ദേശീയ ഗെയിംസ്, ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ. സാഹിത്യം, മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യകൃതികൾ, കർത്താക്കൾ. എഴുത്തുകാർ, കഥാപാത്രങ്ങൾ, കൃതികൾ. മലയാളത്തിലെ മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികം. പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ. ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ,
മലയാള സിനിമയുടെ ഉത്ഭവം. സംസ്കാരം. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ. ആനുകാലിക വിഷയങ്ങൾ 10 മാർക്കിനുണ്ടായിരിക്കുന്നതാണ്. അടുത്തത് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും. ലഘുഗണിതം 5 മാർക്ക്. പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, ലോസ് ഓഫ് എക്സ്പൊണൻസ്, പ്രോഗ്രഷൻസ് വരെ ഉന്നതുണ്ട്. അടുത്ത സെഷൻ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധന 5 മാർക്കിന്. ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ. പ്രോബ്ലംസ് ഓഫ് മാത്തമാറ്റിക്സ്, സയൻസ്, സ്ഥാനനിർണയ പരിശോധന, ആനോളജി, വേർഡ് ആനോളജി, ആൽഫബറ്റ് ആനോളജി, നമ്പർ ആനോളജി. ഓഡ് മാൻ ഔട്ട്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഫാമിലി റിലേഷൻസ്, സെൻസ് ഓഫ് ഡയറക്ഷൻസ്, ടൈം ആൻഡ് ആംഗിൾസ്, ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, ഡേറ്റ് ആൻഡ് കലണ്ടർ. ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ക്ലറിക്കൽ എബിലിറ്റി. അടുത്ത ജനറൽ ഇംഗ്ലീഷ് സെഷനാണ്. ഇംഗ്ലീഷ് ഗ്രാമർ 5 മാർക്കിന് ചോദിക്കുന്നതാണ്.
പ്രാദേശിക ഭാഷകൾ 10 മാർക്കിനുണ്ട്. മലയാളത്തിൽ നിന്നും ഉണ്ട്. ഇത് എക്സാമിനേഷൻ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. മലയാളം സെലക്ട് ചെയ്യുന്നവർക്ക് മലയാളം ടോപ്പിക്കിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. മലയാളം കൂടാതെ കന്നഡയും തമിഴും സെലക്ട് ചെയ്യാവുന്നതാണ്. കന്നഡ സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത്. തമിഴിൻ്റെ സിലബസ് ഉണ്ട്. സ്പെഷ്യൽ ടോപ്പിക്സ് തസ്തികയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് ആൻഡ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ഫോറസ്റ്റ് 6 മാർക്കിന്. ഫോറസ്റ്റ് ഡെഫിനിഷൻസ്, റോള്, ബെനിഫിറ്റ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, ഫോറസ്റ്റ് ടൈപ്പ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള, ബയോഡൈവേഴ്സിറ്റി, ഇമ്പോർട്ടൻറ്റ് ഇവന്റ് ഡേറ്റ് റിലേറ്റഡ് ടു ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെന്റ്, തീംസ് ആൻഡ് ഫിലോസഫി, അങ്ങനെ പോകും. ക്ലൈമറ്റ് ചേഞ്ച്, മിറ്റിഗേഷൻ ആൻഡ് ഫോറസ്റ്റ്. ഫോറസ്റ്റിൽ നിന്ന് 6 മാർക്ക്, വൈൽഡ് ലൈഫിൽ നിന്ന് 7 മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. വൈൽഡ് ലൈഫ് ഡെഫിനിഷൻ ആൻഡ് വാല്യൂസ് ഓഫ് വൈൽഡ് ലൈഫ്, ത്രെറ്റ് ടു വൈൽഡ് ലൈഫ് ട്രേഡ്, സൈറ്റ്സ് ആൻഡ് ട്രാഫിക്, കേരള നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, കമ്മ്യൂണിറ്റി റിസർവ്, കൺസർവേഷൻ റിസർവ്, IUCN Red List categories and criteria. കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് 5 മാർക്കിന് ചോദിക്കുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആക്ട് റിലേറ്റഡ് ടു ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927, ടൈഗർ, ഇമ്പോർട്ടൻ്റ് കൺസർവേഷൻ പ്രോജക്റ്റ്, ടൈഗർ, എലിഫന്റ്, ഗിർ, ലയൺ, സ്നോ ലിയോപാർഡ്, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, ക്രൊക്കോഡിൽ ബ്രീഡിംഗ്, എക്സെട്ര.
ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2002 മാർക്കും ചോദിക്കുന്നതാണ്. സെക്ഷൻ 43, 43A, 65, 66, 66B, 66C, സെക്ഷൻ 66D, 66E, F, 67, 67A, 67B, 72, 77B ചോദിക്കുന്നതാണ്. It may be noted that apart from the topic deleted above, questions from other topics prescribed for the education qualification for the post may be also appear in the question paper. There is no undertaking that all the topics above may be covered in the question. മെയിൻ എക്സാമിനേഷൻ വേണ്ടിയുള്ള സിലബസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കാം. Thank you for watching my videos. Thank you for watching my channel. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ചാനൽസ് വീഡിയോസ് മറ്റുള്ളവർ എത്തിക്കുന്നതിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ലിങ്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.